ഹായ് മക്കളെ, അപ്പോൾ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിൻ്റെ ഐഡിയ പറയാനാണ് സാർ എത്തിയേക്കണേ. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? ചാപ്റ്റർ 3 പാരലൽ ലൈൻസ്, സമാന്തര വരകൾ കേട്ടോ. അപ്പോൾ ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. വരയ്ക്കാനും പ്രോബ്ലംസും തിയറികളൊക്കെ ഉള്ള ചാപ്റ്ററാണ്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ട്ബുക്ക് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം, വേഗം നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പാരലൽ ലൈൻസ് ആയി തന്നെ എന്താണെന്ന് നമുക്ക് നോക്കാം. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാതെ ഇത് പാരലൽ ലൈനാണ്. അതുപോലെ തന്നെ അതേ വേറൊരു പാരലൽ ലൈൻ സ്ക്രീനിൽ കാണാതെ ഇതൊക്കെ സമാന്തര വരകളാണ്. ഇവരുടെ പ്രത്യേകത ദേ വിൽ നെവർ മീറ്റ് ഓർ ഇന്റർസെക്ട് ഈച്ച് അതർ. പാരലൽ ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. അവരിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഈ ചാപ്റ്ററിലെ ഐഡിയ ഓർത്ത് വയ്ക്കുക. A:B എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചിഹ്നമാണ്. A/B എന്നുള്ള അർത്ഥം വരുന്നതും സെയിം തന്നെയാണ്. A:B A/B എന്ന് ഒരേപോലെ ഡിനോട്ട് ചെയ്യുക. അതിൽ എത്ര ഭാഗം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 1:2 എന്ന് പറഞ്ഞാൽ 2 അതിൻ്റെ പകുതി ഇവിടെ. അതുപോലെ 1/2 എന്ന് പറഞ്ഞാൽ 2ൽ ഒരു ഭാഗം, ആ ഒരു സീൻ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോ. ഈ പടത്തിൽ കാണുന്നത് കുറേ പാരലൽ ലൈൻസ് ആണ്. നോക്കി 1, 2, 3 കുറേ പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു ലൈൻ ഇങ്ങനെയും പോയിട്ടുണ്ട്, ഒരു ലൈൻ ഇങ്ങനെയും പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ കുറച്ച് മെഷർമെൻറ്റുകൾ വന്നിട്ടുണ്ട്, എയും ബിയും, ഇവിടെ പിയും ക്യൂവും. അപ്പോൾ ഓർത്ത് വെച്ചോ, അതിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കി. 3 or more parallel lines cut any 2 lines in same ratio. 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമാന്തര വരകൾ വരച്ചാൽ ഒരേ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യണേ. അപ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, A:B തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കും P:Q, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം A/B തന്നെ ആയിരിക്കും P/Q. തിരിച്ചും പറയാം B/A തന്നെ ആയിരിക്കും Q/P. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓർക്കുക. ഇനി വേറൊരു കോൺസെപ്റ്റ് നോക്കി. കുറേ പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്, അതിലൂടെ ഒരു ലൈൻ കടന്നു പോകുന്നു, അതിന് ഒരേപോലെയാണ് കട്ട് ചെയ്തേക്കണമെന്നായിരിക്കും. ഈ അളവും സെയിം ആണെങ്കിൽ വേറൊരു ലൈൻ കടന്നു പോയാലും അതിനെയും കട്ട് ചെയ്യുന്നത് ഒരേപോലെ ഇരിക്കുമെന്ന്. ഇപ്പോൾ ഇവിടെ X ആണെങ്കിൽ ഇവിടെ X, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5. ആ കോൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ നോക്കിക്കോ. A:A ഇവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ഇവിടെ സെയിം ആണ്, അത് 1:1 ആണെന്നുള്ളതാണ് നമ്മളുടെ ഐഡിയ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം നോക്കിക്കോ. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. കുറേ പാരലൽ ലൈൻസ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്നിട്ട് അതിലൂടെ ഒരു ലൈൻ കടന്നു പോയിട്ടുണ്ട്. ഇതേ നോക്കിയടാ, ഇത് 3ഉം ഇത് 2ഉം ആണ്. ഇത് 9 ആണെങ്കിൽ ഇത് എത്രയാണെന്നാണ് ചോദ്യം. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ ചെയ്യേണ്ടത് എത്രേ ഉള്ളൂ. സാർ വേഗമാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയണത്. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണാം. ഇപ്പോൾ പെട്ടെന്ന് കീ ആയിട്ടുള്ള കാര്യങ്ങൾ, കീ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്തിട്ട് അങ്ങനെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ അതിന് ഒരു പേര് കൊടുക്കുക. X, ഇതേ മഞ്ഞ കളറിൽ കണ്ട X എന്നുള്ള പേര് കൊടുക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ആ റേഷ്യോ എന്താണെന്ന് അറിയാലോ. റേഷ്യോ എന്തായിരിക്കും? ഇതേ ഇസ്റ്റു ഇത് തന്നെ ആയിരിക്കും, ഇതേ ഇസ്റ്റു ഇത്. ഇനി നിങ്ങൾ ഏത് ഓർഡറിലാണ് എടുക്കുന്നത് ആ രീതിയിൽ. ഇനി ഇതേ ഇസ്റ്റു ഇതായിരിക്കും, 2:3 ആയിരിക്കും X:9, അല്ലെങ്കിൽ 3:2 ആയിരിക്കും 9/X. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3ഉം X മൾട്ടിപ്ലൈ ചെയ്താൽ 3X, 9ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 18. അതിൽ നിന്ന് നിങ്ങൾക്ക് Xൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കിട്ടിയില്ലെന്ന് പറയരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചോദ്യം നോക്കിയേ. ഡ്രോ എ ലൈൻ 5 cm, ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 3 equal parts. 5 cm വരച്ച് അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എല്ലാവരും ആ പടം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാ ഓക്കെ. അപ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. പടം നോക്കിക്കോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ 5 cm വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, 3 equal parts, 3 തുല്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. 5-ന് പൊതുവെ 5-ന് താഴെയാണ് നല്ലത്, പക്ഷെ കുഴപ്പമില്ല. 5-ന് 3 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിൽ 6ആണ് ഞാൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ വരയ്ക്കേണ്ടതൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? ആദ്യം 5 എടുക്കുക. 5-ന് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒരു 6 cm നേരെ വരയ്ക്കുക. 2, 2, 2 ആ രീതിയിൽ കട്ട് ചെയ്യുക. ഇനി വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം? ഈ 2 സാധനങ്ങൾ വേണം. ഇതൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഇതേടാ 5 cm ആദ്യം വരയ്ക്കുന്നു, ഇവിടെ 6 cm വരയ്ക്കുന്നു, ഇവിടെ 2, 2, 2 ഈ രീതിയിൽ കട്ട് ചെയ്യുന്നു. ഇതിന് ശേഷം എന്ത് ചെയ്യണം? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പാരലൽ ലൈൻ സെറ്റ് സ്ക്വയർ ഇവിടെ വയ്ക്കുക. സ്കെയിൽ നമ്മളുടെ ഇവിടെ വെച്ച് ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പാരലൽ ലൈൻ വരയ്ക്കുക. വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക, ഇവിടെ പാരലൽ ലൈൻ വരയ്ക്കുക. ആ ഒരു സംഭവമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് വിശ്വാസം. അതിനുവേണ്ടിയാണ് സാർ ഇത് കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നോക്കിയടാ. AP, PQ, QP അതെല്ലാം സെയിം ആയിരിക്കും എന്നാണ് നമ്മളുടെ കോൺസെപ്റ്റ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കോ. എന്ത് വരുമെന്ന് നോക്കി. AP:PQ:QP. പിന്നെ ഈ ചാപ്റ്ററിൽ വരയ്ക്കാനുള്ളൊരു ചോദ്യം 2 എണ്ണം ഉണ്ട്. ഡ്രോ എ 6 cm ലൈൻ. 6 cm വരച്ച് അതിനെങ്ങനെ കട്ട് ചെയ്യണം? 2:3 എന്നുള്ള അംശബന്ധത്തിൽ കട്ട് ചെയ്യണം. അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ വരാം.
മലയാളം മീഡിയം ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ സാറ്. 14 സെൻറ്റിമീറ്റർ വരെ വരച്ച് അതിനെ 2:3:5 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഉള്ളൂടാ, 6 സെൻറ്റിമീറ്റർ വര. അപ്പോൾ മക്കളെല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയിട്ടൊന്ന് വരച്ച് എങ്ങനെ വരയ്ക്കും? 6 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കണം. 2:3 2 3 കൂട്ടി 5 അല്ലേ? എൻ്റെ ഒപ്പം തന്നെ ആക്ഷൻ കാണിച്ചോട്ടെ. 5 വരയ്ക്കും. 2ഉം 3ഉം കട്ട് ചെയ്യുക, എന്നിട്ട് പാരലൽ ലൈൻസ് വരയ്ക്കുക. അതായത് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ സാർ ഇവിടെ കാണിച്ചത് നോക്കിക്കോ. ആദ്യം 6 സെൻറ്റിമീറ്റർ 2:3 കട്ട് ചെയ്യാൻ പറഞ്ഞാൽ 2ഉം 3ഉം കൂട്ടി 5 വരയ്ക്കുക. പാരലൽ ലൈൻ വരയ്ക്കാൻ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത്രേ ഉള്ളൂ, പടം ഇത്രേ ഉള്ളൂ. പിന്നെ ആ കാര്യം എഴുതി വെച്ചാൽ മതി. 2ഉം 3ഉം 5ഉം AP ഇതേടാ ഈ റേഷ്യോ തന്നെ ആയിരിക്കും. ഈ റേഷ്യോ കേട്ടോ AP:PB തന്നെ ആയിരിക്കും 2:3. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം. ഇപ്പോൾ 14 സെൻറ്റിമീറ്റർ വരച്ചിട്ട് 2:3:5 കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേടാ 2ഉം 3ഉം 5ഉം എല്ലാം കൂടി കൂട്ടിയ 10 അല്ലേ? അപ്പം 2 3 5 ആ രീതിയിൽ കട്ട് ചെയ്യുക. പാരലൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തന്നിട്ടാ. ബാക്കിയൊക്കെ സെയിം തന്നെ. അതായത് സ്ക്രീനിലേക്ക് നോക്കിക്കോ, വേറെ വ്യത്യാസമൊന്നുമില്ല. പരിപാടികളൊക്കെ സെയിം തന്നെ. ഇത് നമ്മളുടെ നോട്ട് 1ൻ്റെ ഐഡിയ കേട്ടോ. ഇതേടാ ഇത് ഇതേ ഇത് തന്നെ ആയിരിക്കും. ഇതേ ഇത് ആ കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു വരയ്ക്കാനുള്ള ചോദ്യം നോക്കിക്കോ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 സെൻറ്റിമീറ്റർ സൈഡ്സ് ഇൻ ദ റേഷ്യോ. മലയാളം വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് വരച്ച് നോക്കി. ആദ്യം എന്ത് ചെയ്യും? ചെയ്യേണ്ടത് 12 സെൻറ്റിമീറ്റർ ആദ്യം എടുക്കും. റേഷ്യോ തന്നിട്ടുണ്ട്, ഒന്ന് ആഡ് ചെയ്ത് നോക്കിയിട്ട് അതിവിടെ വരയ്ക്കുക, ഒരേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാറ് പറയാം. പടം നോക്കിക്കോ. 12 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കുന്നു. 3ഉം 3ഉം 5ഉം എല്ലാം കൂടി കൂട്ടി ഏകദേശം 3 3 6 11 ഇങ്ങോട്ട് വരയ്ക്കുക. 3 3 3 അങ്ങനെ കട്ട് ചെയ്യുക. ട്രയാങ്കിളൊക്കെ വരയ്ക്കാൻ എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇതേടാ ഇങ്ങനെ ട്രയാങ്കിളൊക്കെ വരച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് ട്രയാങ്കിൾ വരുത്തണേന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അളവ് കോമ്പസിലെടുക്കുക, ഇവിടെ കുത്ത ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ അളവ് കോമ്പസിലെടുക്കുക, ഇവിടെ കുത്ത ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ, സമഭുജ ത്രികോണമാണെങ്കിൽ ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഏത് അളവെടുത്താലും സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കുത്ത ഒരു ആർക്ക്, ഇവിടെ കുത്ത ഒരു ആർക്ക്. ഇങ്ങനത്തെ കേസിൽ റേഷ്യോ ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അളവെടുക്കുക, ഇവിടെ കുത്ത ആർക്ക് കട്ട് ചെയ്യുക. ഈ അളവെടുക്കുക, ഇവിടെ കുത്ത ആർക്ക് കട്ട് ചെയ്യുക. ഇനി നമ്മളോട് ചിലപ്പോൾ സ്ക്വയറൊക്കെ വരയ്ക്കാൻ പറയും. സ്ക്വയർ വരയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ മിക്കവാറും ചിലപ്പോൾ ഒരു 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ടാവും. ഇതെങ്ങനെ 1 2 3 4 4 സെയിം ആവും എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങളോട് പറയും അതിൻ്റെ ഒരു പെരിമീറ്റർ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 4 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്യുക. സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി എടുക്കുക, ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക. ഈ അളവെടുക്കുക, ഇവിടെ കുത്ത ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ കുത്ത ആർക്ക് കട്ട് ചെയ്യുക. അതെ ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക. അതുപോലെ ഹെക്സഗൺ വരയ്ക്കാനുള്ള ചോദ്യമൊക്കെ ടെക്സ്റ്റിലുണ്ട്. മക്കളതെല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഹെക്സ എന്ന് പറഞ്ഞാൽ 120 ഒക്കെ എടുക്കും. 6 ഭാഗങ്ങളുണ്ടാവും. സമ ഷഡ്ഭുജം എന്ന് പറയും. സ്ക്വയർ പഠിക്കണം, ട്രയാങ്കിൾ പഠിക്കണം, ഹെക്സഗൺ പഠിക്കണം. അങ്ങനെയുള്ള ഷേപ്പുകൾ എല്ലാവരും നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ സാർ ക്വിക്കായിട്ട് ഇതിൻ്റെ ഐഡിയാസ് മാത്രം പറയണുള്ളൂ. നിങ്ങൾ ഇതിന് ശേഷം ഒന്ന് നന്നായിട്ട് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കി നല്ല അരിച്ച് സൂപ്പറായിട്ട് പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഐഡിയാസ് മാത്രമേ പറയണുള്ളൂ കേട്ടോ. യെസ്. അപ്പോൾ ഇതൊക്കെ നോക്കാതെ എക്സാമിന് പോകരുത്. കുറേ അങ്ങനത്തെ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ആദ്യത്തെ 1-2 എക്സസൈസിലായിട്ടുണ്ട്. അതെല്ലാവരും അതിൻ്റെ വഴികൾ നിങ്ങൾ തെറ്റിക്കില്ലെന്നറിയാം, എന്നാലും നോക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഐഡിയ ഇത്രേ ഉള്ളൂ. റേഷ്യോ ഒക്കെ തമ്മിൽ കൂട്ടുന്നു, നേരെ ചെയ്യുന്നു. വേറൊരു ചോദ്യം നോക്കിയത് ഇപ്പോൾ സാർ ഓൾറെഡി പറഞ്ഞില്ലേ, ട്രയാങ്കിൾ വരച്ചിട്ട് പെരിമീറ്റർ. അപ്പോൾ വരയ്ക്കേണ്ട ഐഡിയ ഇത്രേ ഉള്ളൂ. 13 സെൻറ്റിമീറ്റർ. എടാ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗങ്ങളും സെയിം അല്ലേടാ. അപ്പോൾ 3 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുന്ന 13-ന് താഴെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഏത് നമ്പറാണ് നോക്കാം. 12. 12-നെ 4 4 4 എന്നുള്ള കട്ട് ചെയ്യുക. അപ്പം അങ്ങനെയാണ് അത് കട്ട് ചെയ്തേക്കണേ. എന്നിട്ട് ബാക്കി ഭാഗം സെയിം തന്നെ. ഓക്കെ, അത് വേറെ ഒന്നുമില്ല. ഇനി വേറൊരു ചോദ്യം, ഇത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് പെരിമീറ്റർ 26 സെൻറ്റിമീറ്റർ, വശങ്ങൾ ഇതേ റേഷ്യോ, ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം വരുന്ന ഒരു ചതുരം വരയ്ക്കാനാണ് ചോദ്യം. ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഇത്രേ ഉള്ളൂ. ഞാൻ മൊത്തം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കത്തും. എടാ L 6 സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കി, ലെങ്ത്ത് ഇവിടെ 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ റേഷ്യോ എന്ത് വരുമെന്ന് നോക്കി. ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 6:4 അല്ലേ? അപ്പോൾ അതിന് നിങ്ങളെപ്പോഴും ചെറുതാക്കുക. അപ്പോൾ ആ റേഷ്യോ 3:2 വരും. അതാദ്യം കത്തിക്കുക. ഇനി പെരിമീറ്റർ ചുറ്റളവ് 26 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട്. ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2 × L+B, അതാണ് 26. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ L+B കണ്ടുപിടിക്കുക. L+B നിങ്ങൾക്ക് 13 കിട്ടും.
അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഐഡിയ ഇത്രേ ഉള്ളൂ. 13 സെൻറ്റിമീറ്റർ ആദ്യം തന്നെ വരയ്ക്കുന്നു. അതിനുശേഷം റേഷ്യോനെ നമ്മൾ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കുക. 3ഉം 2ഉം കൂട്ടിയ 5 അല്ലേ, മറ്റേത് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു 5 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, അതിനെ 3, 2 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യുന്നു, പാരലൈൻ വരയ്ക്കുന്നു. ഇത്രയും വരച്ച് കഴിഞ്ഞില്ലേ? ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി എടുക്കുക, ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി എടുക്കുക. എന്നിട്ട് ഈ അളവ് കോമ്പസിൽ എടുക്കുക, ഇവിടെ കുത്ത ഒരാർക്ക്, ഇവിടെ കുത്ത ഒരാർക്ക്. ഇത്രേ ഉള്ളൂ റെക്റ്റാങ്കിൾ. അങ്ങനെയാണ് നമ്മൾ ചതുരം വരയ്ക്കണേ. അപ്പം ചതുരം വരയ്ക്കാനുള്ള ചോദ്യം മറന്നു പോകരുത്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവം, അവർ നിങ്ങൾ എന്ത് ചെയ്യും, 26 എടുത്ത് ആദ്യം വരയ്ക്കും. 26 അല്ല, 13 എടുത്തിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കല്ലേ? എല്ലാവരും ഇടയ്ക്ക് കൈയൊക്കെ ഒന്ന് ചൂടാക്കണം കേട്ടോ. കൈയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫേസിലേക്കും കണ്ണിലേക്കൊക്കെ വെക്കുക. കുറേ പേര് ആൻസറൊക്കെ പറയുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ എന്തായാലും നോട്ട്ബുക്കൊക്കെ നോക്കി എഴുതണുണ്ടാവും. കറക്റ്റായിട്ടത് എഴുതി 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 പോകണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ഐഡിയയിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കോ, ഇമ്പോർട്ടൻറ്റ് ഒരു ഐഡിയ ആണുള്ളത്. ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ വിഭാഗം. ഒരു ട്രയാങ്കിളിൽ നോക്കിയടാ, പി ക്യു എന്നുള്ള വര എ ബിക്ക് പാരലൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പി ക്യു എ ബി പാരലൽ. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ റേഷ്യോ. ബാക്കിയുള്ളതിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എങ്ങനെ ആയിരിക്കും നോക്കി. എ പി ഇസ് ടു പി സി തന്നെ ആയിരിക്കും ബി ക്യു ഇസ് ടു ക്യു സി എന്ന് പറഞ്ഞാൽ ഒരേ ഓർഡറിൽ എടുക്കണമെന്ന്. ഇതേ ഇസ് ടു ഇതാണെങ്കിൽ ഇതേ ഇസ് ടു ഇതായിരിക്കും. ആ രീതിയിലായിരിക്കും നമ്മളുടെ റേഷ്യോ. അത് എന്തായാലും കത്തും, സിമ്പിളാണ്. ഇനി ഒരു ചോദ്യം, ജനറലായിട്ട് വരുന്നൊരു ചോദ്യമാണ് നോക്കിക്കോ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ അളവ് 4 ഈ അളവ് 6 ഈ അളവ് 8 ഇത് എത്രയാണെന്നാണ് ചോദ്യം. പിന്നെ നമ്മളോട് എ ഇ ഇസ് ടു ഇ സി എന്നുള്ള റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയടാ, ഇത് രണ്ടും പാരലലാണ്. നമുക്കിത് ഈ അളവുകളൊക്കെ തന്നിട്ടുണ്ട്, ഇതും ഇതൊക്കെ തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തേക്ക് എന്തായാലും വരും കേട്ടോ. മക്കളെ നോക്കി ചെയ്യേണ്ട ഐഡിയ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ ആ പടം വരച്ചു. അറിയാത്തതിന് എക്സ് എന്ന് പേര് കൊടുക്കുക. ഇനി എല്ലാവർക്കും അറിയാലോ, റേഷ്യോ ഒരുപോലെ ഇരിക്കൂലേ. ഇതേ ഇസ് ടു ഇത് തന്നെയായിരിക്കും, ഇതേ ഇസ് ടു ഇത്. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, എ ഡി ഇസ് ടു ഡി ബി ആയിരിക്കും, എ ഇ ഇസ് ടു ഇ സി. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4 ഇസ് ടു 6 ആയിരിക്കും, 8 ഇസ് ടു എക്സ്. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4x എന്ന് വരും. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 48 എന്ന് വരും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. സിമ്പിൾ പരിപാടി. ആ റേഷ്യോ അറിയാമെങ്കിൽ ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ എ പാർട്ടിൻ്റെ ആൻസർ ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ റേഷ്യോ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഇസ് ടു 12 ആണ്. റേഷ്യോ എപ്പോഴും ചെറുതാക്കിയാണ് പറയാൻ നല്ലത്. അപ്പോൾ അതിനെ 4 ഇസ് ടു 6, 2 ഇസ് ടു 3 എന്നൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ചോദ്യം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോസ് ചെയ്യണം കേട്ടോ ഗൈസ്. വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നവർ വേഗം എഴുതാം. സാറ് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നതെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം നോക്കിയാടാ. എ ബി സി എന്നുള്ളൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ പി ക്യു ഇതിന് പാരലലാണ്. എ പി 4 സെൻറ്റിമീറ്റർ, എ സി 12 സെൻറ്റിമീറ്റർ, ബി സി തന്നിട്ടുണ്ട്. ടോട്ടൽ 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചേക്കുന്നത് എ പിയും എ സിയും തമ്മിലുള്ള റേഷ്യോ എത്ര, ബി ക്യു എത്രയാണെന്നാണ് ചോദ്യം. ചോദ്യം എല്ലാവരും മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. ഇത് രണ്ടും പാരലലാണ്. കുറച്ച് അളവുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്യണം. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കി. ഇത് 4, ഇത് 8. ഓക്കെ അല്ലേ? അപ്പോൾ 8, 4, 12 ടോട്ടൽ കേട്ടോ. ഇതെനിക്ക് അറിഞ്ഞുകൂടാ. ടോട്ടൽ എനിക്ക് 15 അറിയുള്ളൂ. ഇതിന് ഞാൻ എക്സ് എന്നും ഇതിന് ഞാൻ വൈ എന്നും പേര് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ആദ്യത്തെ ആൻസർ കൈ പോണത് നോക്കിക്കോട്ടെ സാറിൻ്റെ. എ പി ഇസ് ടു എ സി എത്ര വരുമെന്ന് നോക്കി. 4 ഇസ് ടു 12. അങ്ങനെ ആയിരിക്കും ആൻസർ. 4 ഇസ് ടു 12 എന്ന് പറഞ്ഞാൽ 1 ഇസ് ടു 3. അതിന് ആൻസർ കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ റേഷ്യോ എടുക്കുക. ഇതേ ഇസ് ടു ഇതായിരിക്കും, ഇതേ ഇസ് ടു ഇത് അല്ലേ? അപ്പോൾ എ പി ഇസ് ടു പി സി തന്നെയായിരിക്കും, ബി ക്യു ഇസ് ടു ക്യു സി. എ പി ഇസ് ടു പി സി എന്ന് പറഞ്ഞാൽ എത്ര വരുമെന്ന് നോക്കിയാടാ. 4 ഇസ് ടു 8 അല്ലെങ്കിൽ 1 ഇസ് ടു 2 എന്ന് കിട്ടും. ആ റേഷ്യോ തന്നെയായിരിക്കും വൈ ഇസ് ടു എക്സ് എന്ന് പറഞ്ഞ റേഷ്യോ. ഇനി അതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതാം, വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1/2. ഇനി ഇതിനൊന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2y ഈക്വൽ എക്സ് എന്ന് കിട്ടും. അത്രയും കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ഇതിന് എക്സും വൈ എന്നല്ലടാ പേര് കൊടുത്തേക്കണേ. അപ്പോൾ എക്സും വൈയും കൂട്ടിയാൽ ടോട്ടൽ 15 ആണെന്ന് നിങ്ങൾക്ക് അറിയാതെ. എക്സ് പ്ലസ് വൈ ടോട്ടൽ 15. എക്സ് എന്ന് പറഞ്ഞാൽ 2y ആണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇവിടെ എഴുതിയിട്ടുണ്ട് 2y ഈക്വൽ എക്സ് ആണ്. അപ്പോൾ എക്സിന് പകരം 2y എന്ന് കൊടുത്താൽ തെറ്റൊന്നുമില്ല. അപ്പോൾ എക്സിന് പകരം 2y എന്ന് കൊടുക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് y കിട്ടും. 3y ഈക്വൽ 15 y കിട്ടും. y കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ മുൻ വർഷത്തിൽ വന്നതാണ്. ചിലവർ വിചാരിക്കും ഭയങ്കര ടഫാണല്ലോ, കിട്ടണില്ല. കിട്ടും,
കുഴപ്പമില്ല, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ചോദ്യം പറയുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ 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 ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ സംഭവം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ കൈയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫേസിലേക്ക് കണ്ണിലേക്കൊക്കെ വെച്ചോ. അപ്പോൾ നമ്മൾ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിയാറായിട്ടാ, നമ്മൾ ഏകദേശം മിഡ് പോർഷനൊക്കെ എത്തി. ഇതേ നോക്കിയേ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം എക്സാം ഹാളിൽ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് കുറേ പാരലൽ ലൈൻസ് ഒന്ന് ആക്ഷൻ കാണിച്ചേ. കുറേ സമാന്തര വരകൾ വരച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെയും ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതും 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 അളവുകൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം മിസ്സിങ് ആണ്. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര ഉള്ള ഐഡിയ നോക്കിക്കോ. ചെയ്യേണ്ടത് അറിയാത്തതിന് ഞാൻ എക്സും വൈ എന്നുമാണ് പേര് കൊടുത്തേക്കണേ. എന്നിട്ട് എന്ത് വരുമെന്ന് നോക്കി. ആദ്യം ഈ എക്സ് വരെയുള്ള ഭാഗം ഞാൻ എടുക്കേണ്ട. ഇപ്പം 2:3 തന്നെ ഇരിക്കൂലടാ, 6:x. ആ റേഷ്യോ സെയിം അല്ലേ? അതിൽ നിന്ന് സാറ് ഇങ്ങനെ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയാ താഴെയുള്ള ഈ 3 പാരലൽ ലൈൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൽ ഇതേ നോക്കിയാടാ 3ഉം 4ഉം അതുപോലെ തന്നെ എക്സും വൈയും. എക്സ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? വൈ കണ്ടുപിടിക്കുക. കണ്ട എന്തോരം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാ രീതിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർമ്മ വയ്ക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് സാറ് പറയാൻ പോകുന്നത്. അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാവരും നോട്ട് ചെയ്യണില്ലേ? യെസ്. അപ്പം നെക്സ്റ്റ് റൂളാണ് മിഡ് പോയിന്റ് റൂൾ, മധ്യബിന്ദു നിയമം. മിഡ് പോയിന്റ് റൂള് ഏറ്റവും എളുപ്പത്തിൽ ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും. ഈ പടം നോക്കി. ഈ പടത്തിൻ്റെ പ്രത്യേകത, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ വശം 8, ഈ വശം 12, ഈ വശം 10 ആണെന്ന് വിചാരിക്കും. ഈ വശത്തിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ പകുതി പകുതി. ഈ വശത്തിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ പകുതി പകുതി. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിലെ 2 വശങ്ങളുടെ മിഡ് പോയിന്റ് തമ്മിൽ വരച്ചാൽ അത് മൂന്നാമത്തെ വശത്തിന് പകുതി ആയിരിക്കും, പാരലലും ആയിരിക്കും. അപ്പോൾ അതേടാ ഇത് രണ്ടും തമ്മിൽ പാരലലും ആയിരിക്കും, ഇതിൻ്റെ പകുതി ആയിരിക്കും ഇത്. അതാണ് മിഡ് പോയിന്റ് റൂൾ. ഓക്കെ, ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അതിവിടെ എഴുതിയിട്ടുണ്ട്. PQ പാരലൽ AB, PQ is equal to AB/2. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഇതേടാ. ഒരു നമ്മളുടെ ഇത് തന്നിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇത് 20 സെൻറ്റിമീറ്റർ, ഇത് 12 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കുകളൊക്കെ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതേ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഐഡിയ പറയാൻ നോക്കിക്കോ. ഇത് 20 ആണെങ്കിൽ പകുതിയാണെങ്കിൽ 10 എന്ന് വരും. ഇത് എന്ത് വരുമെന്ന് നോക്കിയടാ. താഴെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നോ? നോക്കിയേ എന്തൊക്കെ തന്നിട്ടുണ്ടായി. താഴെ 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് ആണെങ്കിൽ 6 ആയിരിക്കുമല്ലേ? അതാണ് സാറോട് എഴുതിയേക്കണം, 6 6. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ട്രയാങ്കിൾ നോക്കി. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, ലംബമാണ്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മളുടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? 10ൻ്റെ സ്ക്വയറിൽ നിന്ന് 6ൻ്റെ സ്ക്വയർ കുറച്ചാൽ മതിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 സെൻറ്റിമീറ്റർ കിട്ടും. 8ൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ തന്നെ. മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കുമല്ലടാ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുമെന്ന് നോക്കിയതേ താഴെ നോക്കിക്കോ. 16 വരും. 8ൻ്റെ ഇരട്ടി 16. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ചോദ്യം വരും. ഒരു പടത്തിൽ ABC ഇതെല്ലാം ട്രയാങ്കിൾ PQRൻ്റെ മിഡ് പോയിന്റുകളാണ്. പടത്തിൽ നോക്കി PQR ഇതെല്ലാം നമ്മളുടെ ട്രയാങ്കിളാണ്. എയും ബിയും സിയും മിഡ് പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കണത് AC 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ QR എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, AC മിഡ് പോയിന്റ് ആണെങ്കിൽ AC 4 ആണെങ്കിൽ QR എത്ര? അപ്പോൾ ഐഡിയ ഇത്രേ ഉള്ളൂ. ഏടാ ഒരു ട്രയാങ്കിൾ സാറോടെ വരച്ച് കാണിച്ചു തരാം. ഒരു ട്രയാങ്കിൾ, ഇത് 2 മിഡ് പോയിന്റുകൾ. ഇത് 4 ആണെങ്കിൽ ഇത് എത്ര ഇരിക്കുമെന്ന് എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞേ. ഇത് 4 ആണെങ്കിൽ ഇത് എത്ര വരും? 8 ഇരട്ടിയായിരിക്കും. സിമ്പിൾ. ഇനി നമ്മളോട് ചോദിച്ചേക്കണതേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എടാ ഈ കുഞ്ഞ് ട്രയാങ്കിൾ ഇല്ലടാ, കുഞ്ഞ് ട്രയാങ്കിൾ ABCയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 16. അങ്ങനെയാണെങ്കിൽ വലിയ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ABC കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഏരിയ 12 ആണ്. വലിയ ട്രയാങ്കിൾ APC അതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡിയ നമുക്ക് നോക്കാം. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കോ. ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. സാറിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. എടാ ഇത് എക്സ് ആണെങ്കിൽ ഇത്രയും 2x. അപ്പോൾ ഇത് y ആണ്. എന്നെ കൈ പോണത് നോക്കിക്കോട്ടെ. ഇത് y ആണെങ്കിൽ മിഡ് പോയിന്റുകളാണ്. ഇത് 2y. അതുപോലെ ഇത് Z ആണെങ്കിൽ ഇത് 2z. അത്ര ഓക്കെ അല്ലേ? അപ്പോൾ AC 4 ആണെങ്കിൽ QR എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി 8 വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നോക്കിയടാ ചെറുതിൻ്റെ ABC എക്സും വൈയും ഇസഡും കൂട്ടിയ 16 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വലുതിൻ്റെ എത്രയെന്ന് നോക്കി. അതിൻ്റെ ഇരട്ടിയായിരിക്കും. 2x + 2y + 2z അല്ലേ? അപ്പോൾ x + y + z പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 × 16 32 എന്നായിരിക്കും ആൻസർ. ഇനി നമ്മളോട് ട്രയാങ്കിൾ APC അതിൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദ്യം. മക്കൾ എനിക്ക് തോന്നണേ ഇതിനൊരു പ്രത്യേകത ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ. ഈ ക്വസ്റ്റ്യനിൽ
ഇഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് 12 സെന്റിമീറ്റർ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇവിടെ എ ബി സി ആയിരിക്കൂല, എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞേക്കണ എൻ്റെ ഐഡിയ ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിൻ്റെ ഏരിയ ആയിരിക്കും തന്നേക്കണേ. ടോട്ടൽ ഏരിയ എന്താണോ അതിൻ്റെ 4/1 ഭാഗമായിരിക്കും ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ എല്ലാത്തിലും കേട്ടോ. അപ്പോൾ ടോട്ടൽ പി ക്യു ആറിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ബൈ 4 ചെയ്താൽ മതി. അതങ്ങനെ വരുള്ളൂ, കാരണം ഈ 4 ട്രയാങ്കിൾസ് സെയിം ആയിരിക്കും. ഓരോന്നിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ബൈ 4. അതാണ് ഐഡിയ കേട്ടോ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പി ക്യു ആറിൻ്റെ ഐഡിയ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആവും. അപ്പോൾ എ പി സി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഭാഗം 12/4 3. ഇനി അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തരും. ഇത്തിരി വലിയ ടോപ്പിക്കാണ് നമ്മുടെ പ്രൂഫും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വേഗം വേഗം നോട്ട് ചെയ്ത് പോകണം. ഒരു ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ്, ഇതിൻ്റെ ഉള്ളിൽ പി ക്യു ആർ എസ് കണ്ടെന്ന് നോക്കിയേ. പി ക്യു ആർ എസ് ഇത് മിഡ് പോയിന്റ് വെച്ചിട്ട് വരച്ചെന്നാണ് അവർ പറഞ്ഞേക്കണേ. എ ബി സി ഡി എന്നുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. അതിന് മിഡ് പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആദ്യത്തെ ചോദ്യം എ സി 10 സെന്റിമീറ്റർ ആണെങ്കിൽ പി ക്യു എത്രയാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റൂലേ? എല്ലാവരും കൈ കൊണ്ടൊന്ന് ആക്ഷൻ കാണിച്ച് നോക്കി. എന്ത് വരും? എ സി 10 സെന്റിമീറ്റർ ആണെങ്കിൽ പി ക്യു എത്ര ആയിരിക്കും? അവിടെ അതിൻ്റെ പകുതി ആയിരിക്കും. കാരണം ആലോചിച്ച് നോക്കിയേ, ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇത് രണ്ടും മിഡ് പോയിന്റ് ആണ്. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 5 അല്ലടാ. ആ ഒരു കോൺസെപ്റ്റ് ഇടാം. 10 ആണെങ്കിൽ 5. ഇനി അതുപോലെ നമ്മളോട് ചോദിക്കും പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രാം സാമാന്ത്രികമാണെന്ന് തെളിയിക്കാൻ പറയും. അപ്പോൾ സാറ് പറയണ പോലെ ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. നോക്കിയേ, ആദ്യം തന്നെ ഈ ഒരു ട്രയാങ്കിൾ എടുത്തോ. ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്നുള്ള ട്രയാങ്കിളിൽ പി ക്യു എ സിയുടെ പകുതിയാണ്. അതുപോലെ ഇത് രണ്ടും പാരലലാണ്. അതുപോലെ ഈ ട്രയാങ്കിൾ നോക്കിയേ, എ ഡി സി എന്നുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എസ് ആർ എ സിക്ക് പകുതിയാണ്. അതുപോലെ അത് രണ്ടും പാരലലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലും ആണ് പാരലലും ആണ്. ഇത് രണ്ട് സെയിം അല്ലടാ. ഇത് രണ്ട് സെയിം ആണെങ്കിൽ ഇത് രണ്ട് സെയിം ആയിരിക്കൂലേ? അപ്പോൾ പി ക്യൂവും എസ് ആറും തുല്യവുമാണ്, സമാന്തരമാണ്. അപ്പോൾ ഇതെന്ത് ഷേപ്പ് ആയിരിക്കും? പാരലലോഗ്രാം ആയിരിക്കും. പിന്നെ അതുപോലെ അവർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക, എ സിയും ബി ഡിയും ഈ വികരണങ്ങൾ തുല്യമാണെങ്കിൽ ഇതെന്ത് ഷേപ്പായിട്ട് മാറുമെന്ന് ചോദിക്കും. ഈ പി ക്യു ആർ എസ് അങ്ങനെയാണെങ്കിൽ എ സിയും ബി ഡിയും സെയിം ആണെങ്കിൽ ഈ പി ക്യു ആർ എസ് എന്ത് ഷേപ്പ് ആവുമെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോ, അത് റെക്റ്റാങ്കിൾ എന്നുള്ള ഷേപ്പ് ആയിരിക്കും കേട്ടോ. ചതുരമായിരിക്കും. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഐഡിയ അത് ചതുരമായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം മിഡ് പോയിന്റുകളാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ കോൺസെപ്റ്റാണ് കേട്ടോ. എ സി 10 ആണെങ്കിൽ പി ക്യു അതിൻ്റെ പകുതി വരും, 5 സെൻറ്റിമീറ്റർ വരും. പിന്നെ ഇതെന്നാ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എസ് ആർ എ സിക്ക് പാരലലാണ്, എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്, അതുകൊണ്ടാണ്. അതുപോലെ സി പാർട്ടിൻ്റെ ആൻസർ വരുന്നത് റെക്റ്റാങ്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ വായിച്ചു നോക്കിക്കോട്ടോ ഓരോന്ന്. പി ക്യു ആർ എസ് എന്താണ്, മിഡ് പോയിന്റ് എന്താണ്, അതൊക്കെ നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഒരു ഐഡിയ പറയാം. യെസ് മക്കളെ, റെക്റ്റാങ്കിൾ അല്ല, നമുക്ക് എല്ലാ വശങ്ങളും ഷേപ്പായിട്ട് വരുമ്പോൾ സെയിം ആയിട്ട് വരുമ്പോൾ റോംബസ് എന്നുള്ള ഷേപ്പ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. പി ക്യു ആർ എസ് ഇതൊക്കെ മിഡ് പോയിന്റുകളാണ്. പിയും അതുപോലെ ക്യൂവും അതുപോലെ ആറും എസും ഇതെല്ലാം മിഡ് പോയിന്റുകളാണ്. അതുപോലെ തന്നെ പി ക്യു എസ് ആർ പാരലൽ ടു എ സി. സാറിൻ്റെ കൈ പോണ നോക്കിയതേ, പി ക്യൂവും അതുപോലെ എസ് ആറും അത് എ സിക്ക് പാരലാണ്. അതുപോലെ തന്നെ പി എസ് ക്യു ആർ, അതെ പി എസ് എവിടെയെന്ന് നോക്കി, ഇതാണ് പി എസ്, ഇതാണ് ക്യു ആർ, അതൊക്കെ ബി ഡിക്ക് പാരലാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അതെല്ലാം ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ റോംബസ് എന്നുള്ള ഷേപ്പ് ആയിരിക്കും കേട്ടോ. റോംബസിൻ്റെ മലയാളം സമഭുജ സാമാന്ത്രികം എന്നുള്ള ഷേപ്പ് ആയിരിക്കും കിട്ടണേ. സാർ നേരത്തെ എനിക്ക് തോന്നുന്നു റെക്റ്റാങ്കിൾ ആണ് പറഞ്ഞത് അല്ലേ? റെക്റ്റാങ്കിൾ അല്ല, റോംബസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. സമഭുജ സാമാന്തരികം. എടാ ഇനി ഇതിങ്ങനെ നമ്മൾ കഴിയാൻ പോകണ്ട, ആരും ടയേർഡാവരുത്. നമ്മുടെ ഇത്തിരി വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ്, കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. വരയ്ക്കാനുള്ളത് എന്തായാലും അടിപൊളിയാക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓർത്ത് വയ്ക്കുക. കുറച്ചെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, സ്റ്റെപ്പിന് മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ നോക്കി, പി എയും പി ബിയും തമ്മിലുള്ള റേഷ്യോ 2:3 തന്നിട്ടുണ്ട്. എ ക്യു 4 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യത്തെ ചോദ്യം എ ക്യൂവും ക്യൂ സിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? അപ്പം എല്ലാവർക്കും കിട്ടൂലേ? ഇതും എൻ്റെ കൈ പോണ നോക്കിയേ, ഇതും തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കും. ഇതും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇത് 2:3 ആണെങ്കിൽ ഇതും 2:3 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി എ ക്യൂ 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അറിയാത്തതിനൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇതേ സാറിൻ്റെ ഐഡിയ നോക്കിക്കോ, ഇതും തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കും. അത് 2:3 തന്നെ. അറിയാത്തതിന് ഞാനിവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2:3 = 4:x. ഇങ്ങനെ എഴുതാം, ക്രോസ് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ കേട്ടോ. കണ്ട, ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ സ്റ്റക്ക് ആവരുത്. അതുകൊണ്ട് സാറ് പറഞ്ഞെന്നുള്ളൂ.
പിന്നെ എ ക്യു എ സി തമ്മിലുള്ള റേഷ്യോ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എ ക്യു എന്ന് പറഞ്ഞാൽ 4, ഇവിടെ എ സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആഡ് ചെയ്യണം. എക്സ് 6 ആണെങ്കിൽ 4ഉം 6ഉം കൂട്ടിയ 10 അല്ലേ. അപ്പോൾ 4:10 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തിയറീസ് ഒക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. മക്കളൊന്നൊരു മിനിറ്റ് വേണ്ടി പേനയൊക്കെ ഒന്ന് അടച്ചു വെച്ചോ, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആദ്യം എന്താണ് സർക്കം സർക്കിൾ? ഇതേ നോക്കി, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ 3 മൂലകളിൽ കൂടെ പോകുന്ന സർക്കിളാണ് സർക്കം സർക്കിൾ, പരിവൃത്തം. അതിൻ്റെ സെൻറ്ററിനെയാണ് സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. നമുക്ക് സർക്കം സർക്കിൾ എങ്ങനെ വരയ്ക്കാൻ പറ്റണേ? ആ ട്രയാങ്കിളിൻ്റെ ബൈസെക്ടേഴ്സ് അത് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാൻ പറ്റണേ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മളിത് ഇങ്ങനെ ബൈസെക്ടർ പകുതി കൂടുതലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സർക്കിൾ വരയ്ക്കണതെന്നാണ് ഒരു കോൺസെപ്റ്റ്. അത് മറക്കരുത്. അതാണ് നമ്മളുടെ സർക്കം സർക്കിൾ. അതുപോലെ അടുത്തൊരു പേരാണ് ഓൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂലയിൽ നിന്നും 90 ഡിഗ്രി ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുന്നതാണ് ഓൾട്ടിറ്റ്യൂഡ്, ലംബോട്ടാ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കിക്കോ, ഓർത്തോ സെൻറ്റർ. മക്കളെ, ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എല്ലാ ഓൾട്ടിറ്റ്യൂഡുകളും അല്ലെങ്കിൽ ലംബങ്ങളും കൂട്ടിമുട്ടുന്നതാണ് ലംബകേന്ദ്രം. ഇതേ നോക്കി, ഇത് ഒരു ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഒരു ഓൾട്ടിറ്റ്യൂഡ്. ഇതേ നോക്കി, ഈ മൂലയിൽ കൈ പോണ നോക്കിക്കോട്ടാ. ഈ മൂലയിൽ നിന്ന് ഓപ്പോസിറ്റ് 90 ഡിഗ്രി, ഈ മൂലയിൽ നിന്ന് ഓപ്പോസിറ്റ് 90 ഡിഗ്രി, എല്ലാ 90 ഡിഗ്രികളും വരയ്ക്കുമ്പോൾ ഓൾട്ടിറ്റ്യൂഡായി. അതെല്ലാം കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മളുടെ ഓർത്തോ സെൻറ്റർ. അപ്പോൾ സെറ്റല്ലേ? ഇനി നെക്സ്റ്റ് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ ഒരു മീഡിയനായി. ഈ മൂലയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ വേറെ മീഡിയനായി. മീഡിയൻ്റെ മലയാളമാണ് മധ്യമ കേന്ദ്രം, അത് സെൻട്രോയിഡ്. മീഡിയൻ്റെ മലയാളം നടുവര എന്ന് പറയും കേട്ടോ, നടുവര. ഇത് എവിടെ എഴുതിയിട്ടുണ്ട്? നടുവര. അതുപോലെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതിൻ്റെ മലയാളമാണ് മധ്യമ കേന്ദ്രം. അപ്പോൾ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ മൂലയിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിമുട്ടുന്ന പോയിന്റാണ് സെൻട്രോയിഡ്. അപ്പോൾ ഇത് മീഡിയൻ, നടുവര, ഇത് നടുവര, ഇത് നടുവര, ഇത് സെൻട്രോയിഡ്. സെൻട്രോയിഡ് ഈ മീഡിയനെ കട്ട് ചെയ്യുന്ന റേഷ്യോ 2:1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ. ഇവിടെ ഇപ്പോൾ 10 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 3, ആ രീതിയിലായിരിക്കും കട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ഓർക്കുക. അതേ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് വായിച്ചു നോക്കുക. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ലൈൻ ജോയിനിങ് വെർട്ടിസസ് ഓഫ് എ മിഡ് പോയിന്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് മീഡിയൻ. ഈ പടത്തിൽ AQ ഒരു മീഡിയനാണ്, CP ഒരു മീഡിയനാണ്, BR ഒരു മീഡിയനാണ്. അപ്പോൾ മീഡിയൻ അല്ലെങ്കിൽ നടുവരയുടെ കോൺസെപ്റ്റ് കിട്ടിയില്ലേ? സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്ന പോയിന്റാണ്. പിന്നെ അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആയിരിക്കും കേട്ടോ. ഓക്കെ എടാ, അതുപോലെ തന്നെ ഇല്ലേ, ഇത് ജസ്റ്റ് ഇങ്ങനൊരു പ്രോബ്ലം നമ്മളുടെ ടെക്സ്റ്റിലുണ്ട്. ഇത് ഞാൻ മുമ്പ് പറയേണ്ടതായിരുന്നു. ചോദ്യം ഇത്രേ ഉള്ളൂ. ഇതെല്ലാവരും കണ്ട ഓർമ്മയുണ്ടാവോ? നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ടാവും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പടം തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് റെക്റ്റാങ്കിൾ ആണെന്നൊക്കെ തെളിയിക്കാൻ, അതൊക്കെ നിങ്ങൾ മറക്കരുതിട്ടാ. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. ഈ ചോദ്യമൊക്കെ എല്ലാവരും നോക്കണം. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 2x എന്ന് പറഞ്ഞിട്ട് ഈ അളവെടുക്കുക, ഈ അളവിന് നമ്മൾ 2y എന്നുള്ളൊരു പേര് കൊടുക്കുക. ഇനി അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിന്റുകൾ തമ്മിലാണ് ജോയിൻ ചെയ്തേക്കണേ. ഇത് മിഡ് പോയിന്റും ഇത് മിഡ് പോയിന്റ് ഇത് മിഡ് പോയിന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തിയറി അനുസരിച്ച് ഇത് 2x ആണെങ്കിൽ ഇത് x വരൂലേ? 2 മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ പകുതി ആയിരിക്കും. 2y ആണെങ്കിൽ ഇത് y ആയിരിക്കൂലടാ. പിന്നെ ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആംഗിൾസ് നേട്ടണ്ട, കോ ഇൻറ്റീരിയർ ആംഗിൾസ്, ആന്തര സഹകോണുകൾ. 2 വരകൾ പോയി കഴിഞ്ഞാൽ പാരലൽ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉള്ള ആംഗിൾസ് കൂട്ടിയാൽ 180 ആയിരിക്കും. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90 ആയിരിക്കും. അപ്പോൾ ഇത് 90 വരും. അതുപോലെ തന്നെ ഇത് 2 പാരലൽ ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇത് 90, അങ്ങനെയൊക്കെ വരും കോൺസെപ്റ്റ്. അതുപോലെ ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഇത് പകുതി വരും, അതുപോലെ ഇത് പകുതി വരും. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആവും, 90 ഡിഗ്രി കിട്ടും, ആ ഒരു സംഭവം. അപ്പോൾ നോട്ട്ബുക്കിൽ നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് ഇടയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്, അപ്പോൾ നോക്കണം. അതുകൊണ്ട് സാർ അതിനൊപ്പം അറ്റാച്ച് ചെയ്തെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് 1-2 ചോദ്യങ്ങളൂടെ ഉള്ളൂ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിൽ മുകളിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം എടുക്കുകയാണെങ്കിൽ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം എടുക്കുകയാണെങ്കിൽ ചോദ്യം ഒരു പറയുന്നത് സർക്കം സെൻറ്റർ, ഓർത്തോ സെൻറ്റർ, സെൻട്രോയിഡ് ഇതെല്ലാം ഒരുമിച്ച് വരുമെന്ന് തെളിയിക്കണം. സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സർക്കം സർക്കിൾ, പരിവൃത്തത്തിൻ്റെ നടുക്കുള്ള പോയിന്റ്. ഇനി ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടിറ്റ്യൂഡ്, ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്.
ഇനി സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ മധ്യമ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ കൂട്ടിമുട്ടുന്ന പോയിന്റ്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഇതാണ് നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇതൊരു മൂലം എന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി വരച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് വന്ന് മുട്ടുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും. അത് നമ്മളുടെ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഈക്വലാറ്ററലിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊരു വരയാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കി, ഇത് ഒരു ഓൾട്ടിറ്റ്യൂഡാണ്, 90 ഡിഗ്രിയാണ്. ഇതൊരു മീഡിയനാണ്, കാരണം ഇവിടെ നിന്ന് മിഡ് പോയിന്റിലേക്ക് വന്നാണ് മുട്ടണേ. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ട് അത് നടുക്കുള്ള പോയിന്റ് ആവോട്ടോ. അപ്പോൾ ഇത് മീഡിയനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു വരയുടെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിപ്പോൾ ബൈസെക്ടർ ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും, കറക്റ്റ് നടുക്കേ കൂടെ പോകില്ലടാ. അപ്പോൾ ഇതെല്ലാ വരകളും ആ പ്രത്യേകത വന്നിട്ടില്ലേ. ഇനി ഈ മൂല എടുക്കുകയാണെങ്കിൽ ഒരു 90 ഡിഗ്രി വരച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ഇത് മിഡ് പോയിന്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു വരയുടെ പ്രത്യേകത, ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, ലംബമാണ്. അതുപോലെ തന്നെ ഇത് മീഡിയനാണ്, ബൈസെക്ടറാണ്, സമവാജിയാണ്. അതുപോലെ തന്നെ ഇവിടെയും പറയാം. അപ്പോൾ ഇതെല്ലാം കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഇത് ഈ പറഞ്ഞ എല്ലാം ആയിരിക്കും. സർക്കം സെൻറ്റർ ആയിരിക്കും, ഓർത്തോ സെൻറ്റർ ആയിരിക്കും, സെൻട്രോയിഡ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. ഈ ചോദ്യം നിങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് പേജ് നമ്പർ ഓർമ്മയില്ല, രണ്ടാമത്തെ ചോദ്യമായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് ഇൻ എനി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ദ സർക്കം സെൻറ്റർ, ഓർത്തോ സെൻറ്റർ ആൻഡ് ദ സെൻട്രോയിഡ് കോയിൻസൈഡ്. എടാ നിങ്ങൾ ചെയ്യേണ്ടതേ, സാറുമാർ ഇപ്പം ഞാൻ വരും, നവീൻ സാറ്, കൃഷ്ണപ്രിയ ടീച്ചർ, ആകാശ് സാറ് ഐഡിയാസ് ആണ് പറയണേ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല അടിപൊളിയായിട്ട് തൂത്ത് വരണം. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ചിലപ്പോൾ ഇത്തിരി സ്പീഡിലായിരിക്കും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ഓക്കെ ഇതാണ് സംഭവം, കോൺസെപ്റ്റ് മനസ്സിലായി, അങ്ങനെ മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ അടിപൊളിയാവും. അല്ലാതെ കേട്ട് അങ്ങനെ ഇരിക്കരുത്, എല്ലാം നോട്ട് ചെയ്യണം, എന്നാലേ അത് കത്തോളൂ കേട്ടോ. ഓക്കെ എടാ, അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. അതിന് മൂന്നാമത്തെ ചോദ്യം, ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ ഇതൊരു മീഡിയൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ ഇത് മീഡിയൻ ആണെന്ന് അറിയാലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഒരു മീഡിയൻ ആണെന്ന് അറിയാലോ. എൻ്റെ ഒരു ചോദ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു ചോദ്യം എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പോൾ ടോട്ടൽ 6 ഭാഗങ്ങളുണ്ടെങ്കിൽ ഇത് അതിലൊരു ഭാഗമായിരിക്കും, ഇത് അതിലൊരു ഭാഗമായിരിക്കും, ഒരു ഭാഗം. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ബ്രിഡ്ജ് മെറ്റീരിയലല്ല, രണ്ടാമത്തെ പാർട്ട് സാറ് പറഞ്ഞില്ലേ ഏരിയ, അപ്പോൾ അത് പറയും. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കത്തും ഉറപ്പാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് എടുത്താൽ പകുതിയാവും. പിന്നെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതേടാ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഇതും പകുതിയാവും. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇവിടെ നിന്ന് ഒരു മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ പകുതിയാവും. അപ്പോൾ ഇത് പകുതി, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. നിങ്ങളത് നോക്കിയാൽ മതി. ഇതെന്തായാലും ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ സാറ് മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. നമ്മളുടെ ബ്രിഡ്ജ് മെറ്റീരിയലിൽ വരുന്ന ഒരു ചോദ്യമാണ്. അത് 3 മാർക്കിനൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഇതാണ് ചോദ്യം, 1/3 ഡെസിമൽ ഫോം, ദശാംശ രൂപം കാണാൻ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായി. ഡിനോമിനേറ്ററിൽ 10, ഡിനോമിനേറ്ററിൽ 5, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഐഡിയ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് 1/3 കണ്ടുപിടിക്കാൻ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ് എഴുതാം. നോക്കിയേ, 1/3 = 1/3 എന്ന് ആദ്യം കൊടുക്കുക. താഴെയും മുകളിലും ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഈ 1നെയും 10നെയും ഒരുമിച്ചാക്കുക, 1/10. ഇനി ഈ 10/3 ബാക്കിയുള്ളതിനെ സെപ്പറേറ്റ് ആക്കുക. 1/10 ഇങ്ങനെ തന്നെ എഴുതുക. 10/3നെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യതേ. 10/3നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇത് 3 പ്രാവശ്യം പോകും, 1. അപ്പോൾ 3 + 1/3 അതാണ് ഇങ്ങനെ എഴുതിയേക്കണം കേട്ടോ. 3 + 1/3. വെറുതെ 3 എന്ന് പറഞ്ഞാൽ അതിന് by 1 എന്ന് കൊടുത്താൽ തെറ്റൊന്നുമില്ല. അപ്പം അങ്ങനെ കൊടുക്കുന്നു. ഇനി ഇങ്ങനെ ഇൻറ്റു ചെയ്യുന്നു, സാറ് പറയണമല്ല. 1 × 3 3, 10 × 1 10. ഇനി ഇങ്ങനെ 1 × 1 1, 10 × 3 30. അപ്പം അങ്ങനെ വരും. ഇനി ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ 1. അപ്പോൾ ഞാൻ സ്പീഡിലാണ് പറയണത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പോസ് ചെയ്യണം. കുറേ കാര്യങ്ങൾ സാറോടെ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു ചെയ്യേണ്ടതും ഇതും. അപ്പോൾ ഇതെല്ലാം സ്ലോയിൽ പറഞ്ഞാൽ 2 മണിക്കൂറാവും. അത്രയും വേണോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ? അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഇതിങ്ങനെ വന്നു മനസ്സിലാക്കി പോകണം കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സ്റ്റെപ്പ് 2 ഉണ്ട്. സ്റ്റെപ്പ് 2ൽ എന്ത് ചെയ്യണം? 1/3 = 1/3. താഴെ മുകളിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് ഈ 1ഉം 100 ഒരുമിച്ചാക്കുക. 100/3 ഇങ്ങനെ ആക്കുക. എടാ, 100/3നെ ഡിവൈഡ് ചെയ്യുക. 100/3നെ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടുമെന്ന് നോക്കി. ഇത് 3 പ്രാവശ്യം പോവും, 1 0. ഇത് 3 പ്രാവശ്യം പോവും, 1. 33 + 1/3 കണ്ട. ഇനി വെറുതെ 33നെ by 1 എന്ന് കൊടുക്കുക. ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക, ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. ഇതേടാ ഇങ്ങനെ 1 × 33 33, 100 × 1 100, പിന്നെ 1 × 1 1,
100 ഇൻറ്റു 3 300. പിന്നെ ഞാൻ നോക്കിയടാ ഈ കൈ പോണത് കണ്ടാ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് -ആയി. അതാണ് ഇക്വേഷൻ 2. ഇതുപോലെ തന്നെ സിമിലർലി സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് 3 കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം. സ്ക്രീൻഷോട്ടൊക്കെ എടുത്താൽ മതി, നോക്കിക്കോ. ലാസ്റ്റ് ഈ 3 ഇക്വേഷൻ ഞാൻ നിരത്തി എഴുതിയെന്ന് വിചാരിക്കും. ഈ 3 ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയടാ. ഇതിൽ റൈറ്റ് സൈഡിൽ ഇതാണ് കമ്പാരിറ്റീവ്ലി വലുത്, അതിനേക്കാളും ചെറുതാണിത്, അതിനേക്കാളും ഭയങ്കര ചെറുതാണിത്. കാരണം 1/10 ഉണ്ട്, 1/1000 ഉണ്ട്. ഇതിൽ ഇതായിരിക്കും ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കൂടുന്തോറും, ഛേദം കൂടുന്തോറും ഓവറോൾ അത് ചെറുതാവും. അപ്പോൾ ഇതൊക്കെ ചെറുതാണെന്ന് ഓർക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് നോക്കി, ഇപ്പോൾ 10ന്ന് നമ്മളൊരു 3 കുറച്ചെന്ന് വിചാരിക്കും, അപ്പോൾ 7 കിട്ടും. 10ന്ന് 6 കുറച്ചാൽ 4 കിട്ടും. 10ന്ന് 9 കുറച്ചാൽ 1 കിട്ടും. ഇപ്പോൾ ഇവിടെ പ്രത്യേകത നോക്കി, ഇവിടെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് രണ്ടും തമ്മിൽ ക്ലോസ് ആകുമ്പോഴാണ് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ രണ്ടുപേരും അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യം ഇങ്ങനെ ആയിരുന്നു, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാം, ഇതൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ ക്ലോസ് ആവും. കണ്ട ഈ ഫ്രാക്ഷൻസ് ഇല്ലടാ, ഈ ഭിന്നസംഖ്യകൾ 1/3 ആയിട്ട് വളരെ ക്ലോസ് ആവും. അപ്പോൾ 1/3യുടെ ഡെസിമൽ ഫോം, ദശാംശ രൂപം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഡെസിമൽ ഫോം തന്നെ ആയിരിക്കും. അപ്പോൾ അതെ നെക്സ്റ്റ് ഐഡിയ നോക്കി. ഫ്രം എബവ് ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് ഈ ഫ്രാക്ഷൻസ് എല്ലാം 1/3യോട് ക്ലോസർ ആണ്. അപ്പോൾ 1/3യുടെ ഡെസിമൽ ഫോം എന്ന് പറഞ്ഞാൽ 0.3333 അങ്ങനെ ഇരിക്കും തന്നെ കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് അറിയാമോ? ഇപ്പോൾ ഈ ടൈപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 100, 60 ഈ സംഭവമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ താഴെ 1/2, 3/8 അതൊക്കെ പഠിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ വരൂലടാ, 1/3 അല്ലെങ്കിൽ 1/7 കുറച്ച് ഇതിലേക്ക് മാറ്റാൻ, കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഐഡിയാസ് ഇത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഏരിയ എന്നുള്ള ചാപ്റ്ററിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കും. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും, എന്നിട്ട് അവർ പറയും ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഇവിടെ മുട്ടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മുട്ടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് മുട്ടിച്ചിട്ടുണ്ട്, ഇതെല്ലാം സെയിം ആണെന്ന് തെളിയിക്കാൻ അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പോൾ നിങ്ങൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് എ എന്ന് കൊടുക്കാം. ഇത് എ ആണെങ്കിൽ ഇത് ഫസ്റ്റത്തെ 2 ഭാഗമായിട്ട് നിങ്ങളിങ്ങനെ എടുക്കാം. സാർ ഇവിടെ കാണിച്ചു തരാം, ചിലപ്പോൾ കാണൂല, ഇവിടെ കാണിക്കാം. ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എ എന്ന് എടുക്കാം. ഇത് ഇവിടെ നിന്ന് മിഡ് പോയിന്റിലേക്ക് മുട്ടിച്ചാൽ ഇത് a/2, ഇത് a/2 ആയിരിക്കൂലേ. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ മുട്ടിച്ചാൽ ഇത് രണ്ടും പകുതിയാവൂലേ. അരയുടെ പകുതി എത്ര വരും? a/4 എന്ന് വരും. അതുപോലെ ഇങ്ങോട്ട് മുട്ടിച്ചാൽ പിന്നെയും a/4 എന്ന് വരും. കാരണം അരയുടെ പകുതി എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കുക. ഇതെല്ലാം സെയിം ആണെന്ന് തെളിയിക്കാനൊക്കെ പറയും. അപ്പോൾ മക്കൾ സെപ്പറേറ്റ് ആയിട്ട് പടമൊക്കെ വരച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതും ബ്രിഡ്ജ് മെറ്റീരിയലിൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ പുതിയ ചാപ്റ്ററായിട്ട് സാർമാരൊക്കെ റെഡിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും നോക്കാം കേട്ടോ. ഓക്കെ.